Gauthami, Antony Pepe. Pepe. ആന്റണി പെപ്കെ കൊള്ളാം. ചെറിയൊരു ടെൻഷന്റെ ആർപ്പോ എന്തെന്നാത് ഓ ഷിറ്റ് ഞാൻ മറന്നുപോയി. അല്ല ഒന്നുമില്ല. യെസ് ഐ ആം കമ്മിങ്. குடிச்சோம் சும்மா அடிவெளி மினிமே உம்மா தட்ட தட்ட தரலடி நண்டு சிண்டு மோதரடி உள்ள வந்த பவரடி வாத்தியாரு தளபதி. ഒരു വലിയ അതിജീവനത്തിനിടയിൽ ചേർത്ത് നിർത്തലിൻ്റെയും ഐക്യപ്പെടലിൻ്റെയും ഒരു ഓണം കൂടെ വരികയാണ്. ഈ ഓണത്തിന് നമ്മുടെ കൂടെ മീഡിയ വണ്ണിൽ ചേരുന്നത് ഗൗതമി, ആന്റണി പെപ്പെ. ആന്റണി പെപ്കെ കൊള്ളാം. ചെറിയൊരു ടെൻഷന്റെ ശരി ശരി ക്ഷമിച്ചിരിക്കുന്നു. ഓണായതുകൊണ്ട് ക്ഷമിച്ചേക്കണം. പോട്ടെ. രാജ്ബീർ ഷെട്ടി ആൻഡ് ഷബീർ. സോ വെൽക്കം ടു മീഡിയ വൺസ് ഓണം. ഇപ്പം തിയേറ്ററിലെത്തി, തിയേറ്ററിലെത്തി വലിയ രീതിയിൽ കളക്ഷൻ നേടിക്കൊണ്ട് പോവാണ്. അതിനിടയിലാണ് നമ്മൾ ഓണം ആഘോഷിക്കാനായിട്ട് ഇവിടെ ഒത്തുചേരുന്നത്. സോ ഈ ഒരു വിജയത്തിൽ ഓണം ആഘോഷിക്കുമ്പം ഹൗ ഡു യു ഫീൽ ലൈക്ക് കമ്മിങ് ബാക്ക് ടു കേരള ടു സെലിബ്രേറ്റ് ദിസ്? വാട്ട് ഈസ് യുവർ എക്സ്പീരിയൻസ്? ഐ വിൽ ഗോ ടു ദം ഫസ്റ്റ്. അതിനെന്താ, ഓഫ് കോഴ്സ് എനിക്ക് I am excited because this is my second release. തുടർന്ന് നെക്സ്റ്റ് ഓണത്തിൽ. സോ ഐ എം എക്സൈറ്റഡ്. ഐ എം ഹാപ്പി ദ മൂവി is doing what it is doing. So ഞങ്ങളെ എഫേർട്സ് ഒക്കെ ഇപ്പോൾ കാണുമ്പം ട്രാൻസ്ലേറ്റിംഗ് ഓൺ സ്ക്രീൻ അത് കാണുമ്പം സന്തോഷമുണ്ട്. ബിക്കോസ് ഐ ഹാവൻ സീൻ ദ ഫിലിം ബിഫോർ. സോ ഇത് കാണുമ്പം വെൻ പീപ്പിൾ ആർ എൻജോയിങ് ദ ഫിലിം ഐ റിയലി ഫീൽ ഹാപ്പി അബൌട്ട് ഇറ്റ്. ചെറുപ്പകാലത്തിൽ വലിയ ഫെസ്റ്റിവൽ പറഞ്ഞാൽ ആക്ച്വലി തിയേറ്ററാണ്. തിയേറ്ററിൽ പടം ഐ മീൻ വാച്ചിങ് സിനിമ വാസ് എ ഫെസ്റ്റിവൽ ടു മീ. ആൻഡ് വെൻ അവർ ഓൺ സിനിമ കംസ് ഇൻ എ ഫെസ്റ്റിവൽ, it's a double dhamaka and I'm very happy because I can never ever compare any festival to a good movie in theater. For me personally, I celebrate it, I love it, and if people are enjoying it, I'm very happy about it that I'm a part of it. പെപ്പെ, തുടർന്ന് രണ്ടാമത്തെ ഓണം വിജയം, ഹൗ ഡു യു ഫീൽ? അതായത് ഓണം എന്ന് പറയുമ്പോൾ തന്നെ ഹാപ്പിനെസ് ആണല്ലോ. എല്ലാവരും ഒത്തുചേരുന്ന ഒരു ഹാപ്പിനെസ്. അതിൻ്റെ ഒപ്പം തന്നെ തിയേറ്ററിൽ എല്ലാവരും നമ്മുടെ പടം കാണാനായിട്ട് ഒത്തുചേരുന്നു. അതാണ് നമ്മൾ ഭയങ്കര സന്തോഷം. ഇനിയും ഇതുപോലെ ഒരുപാട് ഒത്തുചേരലുകൾ തിയേറ്ററിൽ ഉണ്ടാവട്ടെ എൻ്റെ പടം ഇറങ്ങുമ്പോൾ. ഓണം മാത്രമല്ല, ക്രിസ്മസ്, പള്ളിപ്പെരുന്നാൾ എല്ലാം ഇതുപോലെ. ക്രിസ്മസ് അല്ലെങ്കിൽ ജനുവരിയിൽ എൻ്റെ വേറൊരു പടം വരുമായിരിക്കും. ഒരു പടം ഇപ്പോൾ ചെയ്തുകൊണ്ട് ഒരു ദാവീദ് എന്ന് പറഞ്ഞിട്ടൊരു സിനിമ ചെയ്തുകൊണ്ടിരിക്കുക. അത് ചിലപ്പോൾ ക്രിസ്മസിനായിരിക്കും, ചിലപ്പോൾ ജനുവരി ആയിരിക്കും. ഓക്കെ. ഗൗതം, ഹൗ ഡു യു ഫീൽ ഓണത്തിന്? സെയിം ഇവരൊക്കെ പറഞ്ഞ പോലെ. പക്ഷെ എനിക്ക് തോന്നുന്നു 10-11 വർഷത്തിൽ ആദ്യമായിട്ടാണ് ഓണത്തിന് ഒരു റിലീസ് കിട്ടുന്നത്. സോ അതിൻ്റെ ഒരു സന്തോഷമുണ്ട്. സോ ദിസ് ഈസ് ഡെഫിനറ്റ്ലി എ സ്പെഷ്യൽ മൂവി. പിന്നെ അതുമാത്രമല്ല, എനിക്ക് തോന്നുന്നു വീക്കെൻഡ് ബ്ലോക്ക് ബസ്റ്റേഴ്സും പിന്നെ അഗൈൻ ഇവരുടെ ഒക്കെ കൂടെ എനിക്ക് ഒന്നിച്ച് വർക്ക് ചെയ്യാൻ പറ്റി. കഷ്ടപ്പെട്ട് നമ്മളെല്ലാവരും അതിനു വേണ്ടി അധ്വാനിച്ച് സ്ക്രീനിലേക്ക് വരുമ്പോഴത്തേക്കും, എല്ലാവരും അത് കണ്ട് രസിക്കുമ്പോഴത്തേക്കും, എല്ലാവരും എന്താണ് രണ്ട് കൈയോടെ ആ സിനിമേനെ സ്വീകരിക്കുമ്പോഴത്തേക്കും നമ്മുടെ ഉള്ളിലുണ്ടാകുന്ന ഒരു സന്തോഷമുണ്ടല്ലോ. സോ അതൊക്കെ തന്നെ. ഓക്കെ. ഈ കൊണ്ടലിലേക്ക് വരുമ്പോൾ കൊണ്ടൽ കുറച്ചുകൂടി കടലിൽ ഒരുപാട് ചിത്രീകരണങ്ങൾ വന്നിട്ടുണ്ട്. അവിടെ ആക്ഷൻ രംഗങ്ങൾ വരുന്നുണ്ട്. അപ്പം കരയിൽ തന്നെ ആക്ഷൻ രംഗങ്ങൾ ചിത്രീകരിക്കുന്ന ഒരു മെനകെട്ട പണിയാണെന്ന് പലരും പറഞ്ഞ് ഞാൻ കേട്ടിട്ടുണ്ട്. അപ്പം ലൈക്ക് ഒരു കടലിൻ്റെ നടുക്ക് സെറ്റാണോ അത്? 1 മണിക്കൂറോളം ബോട്ടിൽ പോയിട്ട് ആണ് നമ്മൾ ശരിക്കും റിയലായിട്ട് പക്ക കടലിൻ്റെ നടുക്ക് തന്നെ 1 മണിക്കൂർ ട്രാവൽ ചെയ്തിട്ട് പോകുന്ന ദൂരം. അവിടെ നിന്ന് അങ്ങനെയാണ് ഷൂട്ട് ചെയ്തത്. ഷൂട്ടിങ്ങിന് ഒരു ആക്ഷൻ സീക്വൻസോ ഈ പടം ഷൂട്ട് ചെയ്തത് തന്നെ ഒരു ആക്ഷൻ സീക്വൻസാണ്. ബിക്കോസ് വെരി ഡിഫിക്കൽട്ട് ടു ഷൂട്ട് വിത്ത് ദ ബോട്ട് ഇങ്ങനെ ആടുന്നതും പിന്നെ സ്ലിപ്പറി സർഫേസ് ആൻഡ് ആ കാറ്റും പിന്നെ ആ സമയത്ത് നമ്മുടെ മൈൻഡ് സെറ്റ് എങ്ങനെ ഉണ്ടാവും എന്നറിയില്ല. ദ ഹോൾ ഷൂട്ടിംഗ് പ്രോസസ് ഇറ്റ്സെൽഫ് വാസ് എ ബിഗ് ആക്ഷൻ സീക്വൻസ് ഫോർ us. അവിടെ ഈ ആക്ഷൻ വരുമ്പോൾ ഒരുപാട് ബുദ്ധിമുട്ടുള്ള, ഹൗ ഡു യു ആക്ച്വലി ക്രിയേറ്റ് ദിസ്, എങ്ങനെ ഒരു ആക്ഷൻ സീക്വൻസ് കടലിൻ്റെ നടുക്ക് വിത്ത് ഓൾ ദിസ് ഹർഡിൽസ്? സർ, അല്ല ഒന്നുമില്ല, ഞാൻ വെറുതെ ചിരിച്ചാ. അത് ഫോർച്ചുനേറ്റ്ലി അതിൻ്റെ കൊറിയോഗ്രാഫി എപ്പോഴും കൊറിയോഗ്രാഫേഴ്സ് ഉണ്ട്, സ്റ്റണ്ട് കൊറിയോഗ്രാഫേഴ്സ് അവർ ചെയ്യും. ബട്ട് ടു execute it is a little hard thing.
ഇവർക്ക് അത് നന്നായിട്ട് ചെയ്തിട്ടുണ്ട്. സോ ബട്ട് ടു ഷൂട്ട് ഇൻ സീ ഈസ് എ വെരി ഹാർഡ് തിങ്. അത് ആ ഫ്രെയിം സെൻസ്, പിന്നെ നമ്മുടെ ക്യാമറ ഹാൻഡ്ലിങ്, എക്വിപ്മെൻറ്റ്സ് മൂവിങ്, പിന്നെ എപ്പോഴും ആ ബോട്ട് ഇങ്ങനെ ഒരു ഷേക്ക് ഉണ്ട്, ഒരു ചെറിയ ഷേക്ക് ഉണ്ട്. അപ്പോൾ നമുക്ക് ഡിസിനെസ് വരും, വോമിറ്റിംഗ് സെൻസേഷൻ വരും. പക്ഷെ മേ ബി ക്യാരക്ടർ ഈസ് വെരി ഹാപ്പി എൻജോയിങ് സീ, ബട്ട് നോ ആക്ടർ ഈസ് വോമിറ്റിംഗ്. So I think it's a very hard thing, and I'm very happy that this team saw this film and saw this vision and execute. I really am proud about what the team has done to achieve this film. പൊതുവെ രാജ്ബി ഷെട്ടി ഇപ്പം ഗരുഡഗമന ആയിരിക്കും മലയാളികളിലേക്ക് പെട്ടെന്ന് തന്നെ കണക്റ്റ് ആവുന്ന ഒരു ക്യാരക്ടർ എന്ന് പറയുന്നത്. അതിനകത്തും വളരെ ബ്രൂട്ടൽ ആയിട്ടുള്ളൊരു വേഷമാണ്. അപ്പം പെട്ടെന്ന് മലയാളികൾക്ക് ഒരു തോന്നലുണ്ടാവില്ലേ രാജ്ബി ഷെട്ടി എന്ന് പറയുന്ന ഒരു വില്ലൻ കഥാപാത്രത്തിലേക്ക് ഫിറ്റ് ആവുന്ന ഒരാൾ? ആക്ച്വലി എൻ്റെ ആദ്യത്തെ പടം ഒന്നുമൊട്ട കഥയാണ്, തമാശ ഇവിടെ. സോ ഞാൻ അങ്ങനത്തെ റോളും ചെയ്തിട്ടുണ്ട്, അതും അവിടെ സക്സസ് ആയിട്ടുണ്ട്. പിന്നെ അതിൻ്റെ ശേഷം ഞാൻ ഗരുഡഗമന ചെയ്തു, അതും ഞാനേ എഴുതിയിട്ടുള്ളത്. Nobody saw me and wrote a rude or raw role. I wrote it and convinced people that I can do. So I think as a writer and actor, we can try to do something that we haven't tried to do. That's the fun of it. അങ്ങനെ ഒരു ഫാക്ടർ കൊണ്ടൽ വർക്കായിരുന്നത്. ഇതിൻ്റെ ഒരു സ്ക്രീൻ ഇമ്പാക്റ്റ് ഉണ്ട്. ഈ ഒരു കംപ്ലീറ്റ് സ്റ്റോറിക്ക് ഈ ഒരു ക്യാരക്ടർ വളരെ ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള ക്യാരക്ടറാണ്. സോ ഐ തിങ്ക് that's the fun with any film which has content. You cannot take characters and see the film separately. Contents are its character, and characters actually affect the content. I mean, all the four of us, or like, you know, all the rest of the other characters as well, they have important roles to play in this film. That's the beauty of this film. ഈ തിരിച്ച് നിങ്ങൾ എല്ലാവരും കേരളത്തിലെ ഒരു സാധാരണ കടൽ തീരത്തുള്ള ആളുകളുടെ ഇടയിലേക്ക് വരികയാണ്. അവിടെ ഓഫ് കോഴ്സ് ആ ഷൂട്ടിങ്ങിൻ്റെ സമയത്തൊക്കെ ആ ഒരു ഫാക്ടർ നിങ്ങളിൽ വർക്ക് ചെയ്യണം. നിങ്ങൾക്ക് കുറച്ചുകൂടെ റിലേറ്റ് ചെയ്യാൻ പറ്റുന്നുണ്ടാവും. നിങ്ങൾക്ക് അങ്ങനെ ഒരു കൾച്ചറൽ ബാരിയർ ബ്രേക്ക് ചെയ്യേണ്ട ഒരു എഫേർട്ട് എടുക്കേണ്ടി വന്നിട്ടുണ്ടോ രണ്ടുപേർക്കും? അതോ വളരെ പെട്ടെന്ന് സിങ്ക് ആയിട്ട് അതിന് We are not from like a elite family or something. I think wherever there is survival, the culture will be similar, but the body language and the tonality will change. Food will be almost same, but the tonality and body language will. But I am from a coastal town. Yes. I'm from a coastal town, and I have friends, and beach is my, like, you know, second home, I think. I always enjoy, and I know all the fishermen out there and their culture, their history and everything. There is a change here, but still the essence is same. The way they speak is same. The loudness in the language and the kindness in the heart is the same. I think those are the same thing. It's not hard to become the character, and if you have a good director. Again, very important, right? ഇപ്പോൾ ഇവർ രണ്ടുപേരും ആക്ഷൻ സീക്വൻസിൽ ഏറെ ശ്രദ്ധിക്കപ്പെട്ടിട്ടുണ്ട്. കഴിഞ്ഞ ഓണത്തിന് മലയാളത്തിൽ രണ്ടുപേരുടെയും ലൈക്ക് ഇടി അത് ഭയങ്കര ഹൈലൈറ്റ് ആണ്. അത് നിങ്ങൾക്ക് മൂന്ന് പേർക്കും അങ്ങനെ ഒരു കൊടുക്കൽ വാങ്ങൽ ഇതിൻ്റെ ഇടയിൽ നടന്നിട്ടുണ്ടോ? ഹൗ ഇസ് യുവർ ഇൻറ്ററാക്ഷൻ ഇൻ the creation of this movie? The first thing we interacted was about cinema. The first thing I spoke about him was like, you know, how did you approach the character of Dancing Rose? Okay. That is something I asked, and he also said, like, you know, what are the things that he had done. And I don't remember what he asked me, so I don't remember that. And with him also I said, like, you know, I met you in film fair, do you remember? So Angamali Diaries, I'm a fan of that film. Those are the kind of exchanges that we do. We are students of cinema and lovers of cinema. And fortunately, like, you know, we are collaborating with people whom we have on. See, the beauty of cinema is, even though I'm an actor, when I see him on screen, if he performs well, I am his fan. And there is a joy in that. There is no competition. When I see very healthy. When I see him on screen does something great, it is very inspiring for me. Like, wow, okay, he's doing something. It is not competition. It is igniting the soul that is already on fire. I think those exchanges happen. Alli. അതെ Continue ചെയ്തോ. Yes, Pepe, എങ്ങനെയായിരുന്നു ലൈക്ക് യുവർ ഫസ്റ്റ് ഇൻട്രാക്ഷൻ ഇതിനകത്ത് വന്നിട്ട്? ഇവർ രണ്ടുപേരും ലൈക്ക് ഒരുപോലെ ആക്ഷനിൽ ഇവരും ഒരുപോലെ തന്നെ പെപ്പയെ പോലെ തന്നെ ദേ ആർ നോൺ ഫോർ ദ ആക്ഷൻസ്. അപ്പോൾ ഇവരെ സെറ്റിൽ ഒന്നിച്ച് കാണുന്നു. അഗെയിൻ യു ഹാവ് സോ മെനി ലൈക്ക് കോമ്പിനേഷൻസ്, റൈറ്റ്? അപ്പം ആ ഒരു എക്സ്പീരിയൻസ് എങ്ങനെയായിരുന്നു? വളരെ നല്ലൊരു എക്സ്പീരിയൻസ് ആയിരുന്നു. പിന്നെ നമ്മൾ എനിക്ക് ഡൗട്ട്സ് ഉള്ളതൊക്കെ ഞാൻ പുള്ളിയുടെ അടുത്ത് ചോദിക്കാറുണ്ട്. പുള്ളി
എപ്പോഴും ഈ ട്രെയിനിങ്ങും പരിപാടിയും ഫുൾ ഫിസിക്കൽ ആക്ടിവിറ്റീസ് ഏറ്റവും കൂടുതലുള്ള ആളാണ് പുള്ളി. അപ്പോൾ പുള്ളിയുടെ അടുത്ത് പുള്ളി എങ്ങനെ ചെയ്യണേ, പിന്നെ എനിക്ക് ഡാൻസിങ് റോസ് എന്ന് പറഞ്ഞ ആ ക്യാരക്ടർ പുള്ളി ചെയ്തപ്പോൾ ഭയങ്കര ഇഷ്ടമായിരുന്നു. നമ്മൾ ഇൻസ്റ്റാഗ്രാമിൽ നമ്മൾ ചാറ്റ് ചെയ്തിട്ടുണ്ട്. അപ്പോൾ അത്ര അടിപൊളിയായിട്ടാണ് പുള്ളി ചെയ്തതാണ്. എങ്ങനെയാണ് ചെയ്തതെന്ന് ഞാൻ ചോദിച്ചപ്പോൾ പുള്ളി പറഞ്ഞതെന്നല്ല, പക്ഷേ ഭയങ്കര മനോഹരമായിട്ട് പുള്ളി ചെയ്തിട്ടുണ്ട്. പിന്നെ പുള്ളി അടിപൊളിയായിട്ട് ഫൈറ്റ് ചെയ്യും. അതുമാത്രം പുള്ളി നന്നായിട്ട് പെർഫോം ചെയ്യും. പിന്നെ പുള്ളീനെ പറ്റി പറയേണ്ട കാര്യമില്ലല്ലോ. ഞാൻ അപ്പോൾ പുള്ളിയുടെ അടുത്തൊരു കാര്യം ചോദിച്ചിട്ടുണ്ട്. അതായത് ഇനി സാറ് അവിടെ കന്നഡയിൽ ഒരു സിനിമ ഡയറക്റ്റ് ചെയ്യുമ്പോൾ എനിക്ക് ആ പ്രോസസ്സ് കാണാൻ വേണ്ടി, എങ്ങനെയാണ് ആ സിനിമ ഷൂട്ട് ചെയ്യണമെന്ന് കാണാൻ വേണ്ടി ഞാൻ പുള്ളിയുടെ അടുത്ത് യെസ് ഐ ആം കമ്മിങ് ഓൾവേസ് വിത്ത് യു. ഇതേപോലെ ഒരു ഹ്യൂജ് ഫാൻസ് മലയാളത്തിൽ നിന്ന് ഇപ്പോൾ പുതിയ കന്നഡ സിനിമകൾക്ക് ഉണ്ടാകുന്നുണ്ട്. ഒരു കാലഘട്ടത്തിൽ അത് ഉണ്ടാവാതെ പോയെടുത്ത് നിന്ന് വീണ്ടും അത് ക്രിയേറ്റ് ആയിട്ട് വരുന്നുണ്ട്. അതിൽ ഇപ്പം മലയാളത്തിൽ നമ്മൾ പൊതുവേ ഷെട്ടി ഗ്യാങ് എന്നൊക്കെ അതിനെ വിളിക്കാറുണ്ട്. അതിൽ തന്നെ ഇപ്പോൾ കഴിഞ്ഞ സിനിമ ഡയറക്റ്റ് ചെയ്ത് മലയാളിയായിട്ടുള്ള ആളാണ്. അപ്പം മലയാളികൾ ഒരുപാട് ഉണ്ടായിരിക്കും കൂടെ. അപ്പം അവരൊക്കെ ആയിട്ട് ചേർന്നിട്ടോ ഒക്കെ ഓണം എന്ന് പറയുന്നത് എപ്പോഴും സ്പെഷ്യൽ ആയിട്ടുണ്ടോ, അല്ലെ എങ്ങനത്തെ ഓർമ്മകളുണ്ടോ? എൻ്റെ ചെറുപ്പകാലത്തിൽ എൻ്റെ ഒരു ഫ്രണ്ട് ഉണ്ടായിരുന്നു. അവൻ്റെ പേര് ജിയാൻ ശിവാണ്. അവൻ്റെ വീട്ടിലേക്ക് എപ്പോഴും ഓണമുക്ക്, ബിക്കോസ് വി ഡിഡ്ന്റ് അണ്ടർസ്റ്റാൻഡ് ദ കോൺസെപ്റ്റ് ഓഫ് ഓണം ബാക്ക് ദെൻ, ബിക്കോസ് ഇറ്റ് വാസ് the culturally the exchange was very less because there was no TV in our house. There was no cinema that traveled boundaries back then. So the only thing is your neighbor was your culture, or like an exchange of culture. And our classmate undairno, so he used to call like, come to Onam. I'm like, okay, why are you celebrating that festival? What is the, what is the history of it? We used to try to understand that the manyapu in the പേര് മുല്ലപ്പൂ അല്ലല്ല ജമന്തിയാണോ? അത് നമ്മുടെ ഓണമുക്ക് കണിയാണ്. അല്ല അത് ഓണത്തിന്. അത് ഓണത്തിന്. സോറി കണിക്കൊന്നയാണോ ഉദ്ദേശിച്ചത്? Yeah, maybe, like, so they used to call me for that festival, and I used to have that Onam Sadhya and everything, and I used to enjoy it, and that is the memory that I have with Onam. And his mother really treated me very, with so much love and so much generosity. ഇപ്പം നമ്മൾ ഫെസ്റ്റിവൽ എന്ന് പറയുന്ന സമയത്ത് അത് സിനിമയാണെന്ന് സാർ നേരത്തെ പറഞ്ഞു. സോ വെൻ കംസ് ടു ഓണം, വാട്ട് വിൽ ബി ദറ്റ് മൂവി വിച്ച് കംസ് ടു യുവർ മൈൻഡ് ഫസ്റ്റ്? ലൈക്ക് ഓണത്തിന് അഗെയിൻ ഇവിടെയാണ്, ചിലപ്പോൾ കൊണ്ടലായിരിക്കാം, പക്ഷെ അത് തന്നെ. I think RDX only, because last Onam I remember, like, somebody said, like, there is a film which is doing so well in theatre. I'm like, oh, is that? Which is that? I'm like, RDX. RDX, okay. Like, okay, RDX. Okay. Then I watched the film and loved it. Thank you. Okay, that's she. Yeah. ഓക്കെ, നേരത്തെ പോണെന്ന് പറഞ്ഞതുകൊണ്ട് ഫസ്റ്റ് ഞാൻ നേരത്തെ ചോദിച്ചതാണ്. നമ്മുടെ കൂടെ ചേരുന്നത് തമിഴ് ആക്ട്രസ് എന്ന് പറഞ്ഞാൽ ആയിരിക്കില്ല, കൊണ്ടൽ ആക്ട്രസ് എന്ന് തന്നെ പറയേണ്ടി വരും ഇനി മുതൽ. പ്രതിഭയാണ് നമ്മുടെ കൂടെ ചേർന്നിട്ടുള്ളത്. വെൽക്കം ടു ദി ഷോ. വി ആർ ഇതിൻ്റെ പകുതി എത്തിയിട്ടുണ്ടായിരുന്നു. വി ആർ കണ്ടിന്യൂയിങ് ഫ്രം ദാറ്റ്. ഓക്കെ, സോ ഐ സ്റ്റാർട്ട് ഫ്രം യു അഗെയിൻ. കൊണ്ടൽ ഓണത്തിന് തിയേറ്ററുകളിലെത്തി, ആളുകൾ വലിയ രീതിയിൽ ഏറ്റെടുക്കുന്നുണ്ട്. അതിൽ ക്യാരക്ടർ മുൻപ് പാട്ട് വന്നപ്പോഴും ടീസർ വന്നപ്പോഴും ഒക്കെ നോട്ടീസ് ചെയ്യപ്പെട്ടിരുന്നു യുവർ ക്യാരക്ടർ. ആൻഡ് വാട്ട് ഈസ് യുവർ എക്സ്പീരിയൻസ് നൗ ഹിയർ ഇൻ കേരള ഒരു ഓണത്തിന് റിലീസ് ആയിരുന്ന സമയത്ത്? It is a very great thing that's happened to me, actually. In the story patti narration சொல்லும்போது sir has given me some references. I don't know if I can say that, but and the reference கேட்டோனே it is from a Tamil movie. And the reference கேட்டோனே, oh yes sir, I mean when should I come? So also they did not treat me as like a girl from a neighborhood state, and yeah, it's a very nice experience. So they are from our neighboring state and they are here for Onam celebrations. So നിങ്ങൾ ഇവരെ വെൽക്കം ചെയ്യുകയാണെങ്കിൽ how will you introduce this festive mood and how will you introduce Onam? വേണമെങ്കിൽ പടക്കം പൊട്ടിക്കാം. സദ്യ അല്ലേ മെയിൻ പറയേണ്ടത്? അല്ല, ഞാൻ എന്റെ രീതിയിലേ പറഞ്ഞത്. അപ്പൊ എന്റെ രീതി സദ്യയാണോ? പടക്കമൊക്കെ പൊട്ടിച്ച് ഫുൾ സെറ്റ്. ഇല്ല, ഭക്ഷണം കൊടുത്ത് കുറച്ച് ചോറും പരിപ്പും നെയ്യും പപ്പടം ഇട്ട് കുഴച്ച് സെറ്റായിട്ട് കുറച്ച് സാമ്പാറൊക്കെ സൈഡിൽ ഒഴിച്ച്, അയ്യോ അതാണ് ഓണം. That is Onam for Malayalis. So how will you take that? I'll eat it. Without non-veg or with non-veg? സദ്യ വിത്തൗട്ട് നോൺ വെജ്. ഇത്രയും സ്നേഹത്തോടെ ഞാൻ പരിപ്പും നെയ്യും പപ്പടം ഒക്കെ കൊടുക്കുമ്പോഴത്തേക്ക് അവിടെ എന്തിനാണ് നോൺ വെജിന് ഇപ്പൊ ചോദിക്കുന്നത്? കറക്റ്റ്, സ്നേഹം മതി.
Good job. Okay. Even in Kerala, different areas, some people used to have non-veg for sadhya. Some people don't. So, നിങ്ങൾ ആണെങ്കിൽ നമുക്ക് ഇത് നല്ല പച്ചക്കറിയൊക്കെ കൂട്ടി അതെ വർഷത്തിൽ ഒരു ദിവസമെങ്കിലും പച്ചക്കറി കൂട്ടി കഴിക്കണ്ടേ അന്ന് ഓണായിട്ട് സദ്യയായിട്ട് തന്നെ വേണം, അതിനകത്ത് ബാക്കി സാധനങ്ങളൊന്നും ഇട്ടാൽ ശരിയാവില്ല. അതെ എനിക്കൊരു എന്തായാലും ഇതൊന്നും പറ്റില്ല, ഇറച്ചിയൊന്നും പറ്റില്ല. അതൊക്കെ നമുക്ക് വൈകുന്നേരം കഴിക്കാലോ. ഉച്ചയ്ക്ക് സദ്യ വൈകിട്ട് നോൺ വെജ് ഒക്കെ ഉണ്ട്. അതിനെന്താ? Yeah, great. Like നമുക്ക് ഓണം എന്ന് പറയുന്ന സമയത്ത് ഇറ്റ് ഈസ് അബൌട്ട് സിനിമ, റൈറ്റ്? ലൈക്ക് നമ്മൾ ഒന്നെങ്കിൽ ടി വിയിൽ വീട്ടിലിരുന്ന് സിനിമ കാണുക, അല്ലെങ്കിൽ ഓണം നമുക്ക് 10 days ഓഫാണ്, ലൈക്ക് ലീവാണ്. സോ അതിന് സിനിമകൾ കണ്ടു തീർക്കുക, ദാറ്റ് ഈസ് ദ കൈൻഡ് ഓഫ് റിച്വൽ ഹിയർ അല്ലേ? അപ്പം നിങ്ങളെ സംബന്ധിച്ചിടത്തോളം ഓണം എന്ന് പറയുന്നത്, ഇപ്പം എനിക്ക് ഓണം എന്ന് പറയുമ്പോൾ ആദ്യം മൈൻഡിൽ വരുന്ന ക്യാരക്ടർ വല്യേട്ടനാണ്. ലൈക്ക് എവറി ഓണം ടൈം ലൈക്ക് ഞാൻ വല്യേട്ടനാണ് കാണുന്നത്. സോ വാട്ട് കംസ് ടു യുവർ മൈൻഡ് ലൈക്ക് ഓണം എന്ന് പറയുന്ന സമയത്ത് ഒരു സിനിമയുടെ ഫീൽഡിൽ നിൽക്കുമ്പോൾ വാട്ട് ഈസ് യുവർ ഫേവറേറ്റ് എക്സ്പീരിയൻസ് അബൌട്ട്? എനിക്കിപ്പോൾ ലാസ്റ്റ് ഇയറിൽ RDX എന്ന് പറഞ്ഞ സിനിമ ഇറങ്ങിയായിരുന്നു. അത് നല്ല രീതിയിൽ ജനങ്ങളെ ഏറ്റെടുത്തു. അപ്പോൾ ആ സെലിബ്രേഷനിൽ നിന്നുകൊണ്ട് ഓണം ആഘോഷിക്കുക. ഓണം എന്ന് പറഞ്ഞാൽ തന്നെ ഹാപ്പിനെസ്സാണ്. അതിൻ്റെ കൂടെ പടം നല്ല രീതിയിൽ വർക്കായി, ആളുകൾക്ക് നമ്മുടെ ക്യാരക്ടർ ഇഷ്ടമായി, നല്ല രീതിയിൽ തിയേറ്ററിൽ നിന്ന് കളക്ട് ചെയ്ത് എല്ലാവരും ഭയങ്കര ഹാപ്പിയായി. അപ്പോൾ അത് ഭയങ്കര രസമായിരുന്നു. ഒരു സെലിബ്രേഷൻ മൂഡിൽ തന്നെ നിന്നിട്ട് നമ്മുടെ പടം നല്ല രീതിയിൽ വർക്കാവുമ്പോൾ ഉള്ള ഹാപ്പിനെസ്, ആ ഹാപ്പിനെസ് ഇപ്പോഴും അനുഭവിക്കുക എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഞാൻ ഇപ്പോഴും പ്രാർത്ഥിക്കുന്നുണ്ട് അങ്ങനെ എപ്പോഴും അനുഭവിക്കാൻ പറ്റട്ടെ എന്ന്. ഓണത്തിന് മാത്രമല്ല ബാക്കി സെലിബ്രേഷൻസും ഉണ്ട്. യെസ്, ബാക്കി സെലിബ്രേഷൻസിനും പടങ്ങൾ വരുമ്പോൾ ഞാൻ അങ്ങനെ സന്തോഷിക്കട്ടെ. ഓക്കെ, ഗൗതമി, യുവർ എക്സ്പീരിയൻസ് ഓൺ ദിസ് ഓണം? ഇല്ല, എൻ്റെ കുറച്ച് വ്യത്യാസമാണ്. കാരണം ഞാൻ പഠിച്ചതും വളരുന്നതും കുവൈറ്റിലാണ്. അപ്പോൾ അവിടെ ഈ 10 ദിവസം അവധി വന്നു, ഓണത്തിന് പോലും അവധിയില്ലായിരുന്നു. നമ്മുടെ അവിടെ മലയാളികൾ ഇങ്ങനെ എല്ലാവർക്കും ഒരു അസോസിയേഷൻ ഉണ്ട്. അപ്പോൾ ഓണം എന്ന് പറഞ്ഞാൽ അവിടെ സിനിമയല്ലായിരുന്നു മെയിൻലി, അവിടെ എല്ലാവരും ഒത്തുചേർന്ന് കൂടി എല്ലാവരും അവിടെ തിരുവാതിര കളിയും പൂക്കള മത്സരം അങ്ങനത്തെ ഒക്കെ കാര്യങ്ങളായിരുന്നു. അപ്പോൾ എനിക്ക് നാട്ടിലേക്ക് വന്നപ്പോഴത്തേക്ക് ഞാൻ സ്കൂൾ കഴിഞ്ഞിട്ട് ഇങ്ങോട്ട് വന്നത്. സോ ആ രീതിയിൽ എനിക്ക് സിനിമയായിട്ട് എനിക്ക് ഓണം ഇതുവരെ എനിക്ക് അങ്ങനെ ഒരു റിലേറ്റ് ചെയ്യാൻ പറ്റിയിട്ടില്ല. എനിക്ക് പൊതുവേ എല്ലാവരും കൂടെ ഒന്നിച്ച് ചേർന്നിട്ട് കളികളും തമാശകളും വീട്ടുകാരെല്ലാവരും ഒന്നിക്കും കൂടിച്ചേരലാണ്. അതെനിക്ക് ഒരു മൊത്തത്തിലൊരു മെയിൻലി ഭക്ഷണമാണ്, സദ്യയാണ് എനിക്ക് മെയിനായിട്ട്. ബാക്കി പിന്നെ എല്ലാം എനിക്ക് തോന്നുന്നു എല്ലാവരും കൂടെ ഒന്നിച്ച് ചേർന്നിട്ട് ആഘോഷമാണ് എനിക്ക് ഓണം സത്യമായിട്ടുള്ളത്. ഓക്കെ, അതാണ് എൻ്റെ ഓർമ്മ കുട്ടികളുടെ. Onam is very special about us, like what they said. So have you had any experience like this in Onam, or have you ever had an opportunity to No, celebrate? not yet. And I'm eagerly waiting for it. It happens this time, exploring. It is happening. ആദ്യത്തെ ഓണം നമ്മളോടാണല്ലോ. സോ ദെൻ How is that hostility? Onam for me. Okay, For the first time. with the success. Yeah, hopefully. Yes. സോ മലയാളികൾക്ക് പെട്ടെന്ന് കണക്റ്റ് ആവുക ബീസ്റ്റിലെ റാപ്പിലൂടെ ആയിരിക്കും, റൈറ്റ്? ലൈക്ക് ദാറ്റ് റാപ്പ് പോർഷൻ. Yeah. അത് ക്യാൻ യു പ്രസന്റ് ഫോർ ലൈക്ക് അവർ ഓഡിയൻസ്? It is Pepe's favorite as well. നിക്കാതെ മറുപടി സിക്കാതെ ഒരു മരി തൊട്ടാല് കെട്ടാണ് ബദലടി പക്കാവ വെപ്പാണ് தெருவில் நடக்கிற கொடுமை கடக்கிற தலைமுறை படிக்கிற தமிழ் இருக்குது புதுமுறை இருக்குன்னு விளக்குற பழக்கம் எனக்கு இல்லை எப்போதும் என்னோடு இருக்கும் பட்டாலும் உன்னை உரைக்கும் கட்டாலும் மண்ணை திரட்டும் பேதங்கள் இல்லாது இருக்கும் நாடங்கள் கண்ணாய் இருக்கும் இதுவரை பொருத்தம் சும்மா அடிவெளி மினுமே உம்மா பொருத்தம் சும்மா அடிவெளி மினுமே உம்மா தட்ட தரலடி நண்டு சிண்டு ஓதரடி உள்ள வந்த பவரடி வாத்தியாரு தளபதி. அண்ணாயாரு தளபதி. When I watched your interview, a previous interview, you were talking about Tirukkural a lot. And it was all a long verses from that Tirukkural. I couldn't understand any of it. So can you share a little bit of that? Your favorite verse or something? My favorite Tirukkural. And the meaning in English? Tirukkural Tamil like It's a two sentenced thing which was written by Thiruvalluvar. നമ്മുടെ ചങ്ങമ്പുഴയൊക്കെ പോലെ അവരുടെ ഒരു Okay, this is my favorite Tirukkural. ஒழுக்கம் விழுப்பம் தரலான் ஒழுக்கம் உயிரினும் ஓம்பப்படும். Discipline is more than our lives. This is Okay, that's great. So when coming to you, like we are നേരത്തെ പറഞ്ഞു, can you understand Malayalam? നന്നായിട്ട് മനസ്സിലാവും. നന്നായിട്ട് മനസ്സിലാവും. ഓക്കെ, മലയാളികൾക്ക് പെട്ടെന്ന് കൊത്തേനെക്കാട്ടിലും സർപ്പട്ട പരമ്പര ഇസ്
ആദ്യം അവരെ ഹുക്ക് ചെയ്യുന്നത് അതാണല്ലോ. അപ്പം എഗെയിൻ ഒരു സ്റ്റണ്ട് പടം എന്ന് പറയുന്ന സമയത്ത് ഐ യു സെറ്റിംഗ് എ സ്റ്റാൻഡേർഡ് ഫോർ ദിസ്? No, I basically like stunts, honestly, to be honest. But I like, he says I like to do rom-com, I love to do funny films and all that. And coming back to your question, I'm happy. I have, like the previous question, I have good memories of Onam because last year I had King of Kotha releasing. And like everybody else, I remember RDX because it was such a beautiful movie. And Ikolam, I have Kondal. Hopefully next year I'll have something else also releasing. So yeah, all beautiful, good things happen. I think it's just good things ahead. ഓക്കെ, നമ്മൾ കൊണ്ടലിലേക്ക് തിരിച്ചു വരുന്ന സമയത്ത് ഈ വർഷം ഒരുപാട് സൂപ്പർ ഹിറ്റുകൾ മലയാളത്തിലുണ്ടായി. കൊണ്ടലിൽ സ്ത്രീ കഥാപാത്രങ്ങൾക്കുള്ള ഒരു പ്രാധാന്യം അത് ഇപ്പം യു കാണ്ട് ഈ ഒരു പടം എന്ന് ഐ തിങ്ക് വെൻ വി സ്പീക്ക് അബൌട്ട് ഇറ്റ് ഇറ്റ്സ് മെയിൻലി അബൌട്ട് ഹിസ് ക്യാരക്ടർ സ്റ്റോറി ആൻഡ് ദ പീപ്പിൾ ഇൻ ഹിസ് ലൈഫ് ആൻഡ് പെപ്പയുടെ ക്യാരക്ടർ സിനിമയിൽ തന്നെ പെപ്പയുടെ ആ ക്യാരക്ടറിൻ്റെ ജീവിതത്തിലുള്ള ചുറ്റുപാടുള്ള ആൾക്കാരെ പറ്റിയിട്ടാണ്. അപ്പം ആ ഒരു കഥ പറയുമ്പോൾ അതിന് ഓരോ ക്യാരക്ടറിന് അതിൻ്റെതായ ഇമ്പോർട്ടൻസും ഉണ്ട്. ചിലപ്പോൾ സ്ക്രീൻ ടൈം കുറവായിരിക്കും, ചിലപ്പോൾ സ്ക്രീൻ ടൈം കൂടുതലായിരിക്കും. പക്ഷെ എന്ന് വെച്ച് അവിടെ ക്യാരക്ടറിൻ്റെ ഇമ്പോർട്ടൻസ് പോകുന്നോ അങ്ങനൊന്നുമില്ല. സോ ഐ ഡോണ്ട് തിങ്ക് ഈ ഒരു പടത്തിനെ വെച്ച് നമ്മൾ നോക്കുമ്പോഴത്തേക്കും സ്ത്രീ കഥാപാത്രത്തിന് യുനോ ലൈക്ക് ഇത്ര സ്ക്രീൻ സ്പേസ് ഉണ്ടോ ഇല്ലയോ എന്ന് ദാറ്റ് ഈസ് നോട്ട് റെലവൻറ്റ് ടു ഐ തിങ്ക് ദ നറേറ്റീവ് ഓഫ് ദിസ് പെർട്ടിക്കുലർ മൂവി. പക്ഷേ അല്ലാതെ ജനറലി വെൻ യു ടോക്ക് അബൌട്ട് ദി ഇമ്പോർട്ടൻസ് ഓഫ് വിമൻ ഇൻ മലയാളം സിനിമ, നമ്മളിപ്പോൾ ഒരു പടം ഇറങ്ങുമ്പോഴത്തേക്കും ആൾക്കാരിങ്ങനെ പറയും ലൈക്ക് യുനോ പണ്ടത്തെ പോലെ ശക്തമായ കഥകളില്ല എന്നൊക്കെ എന്താണ് ക്രിട്ടിക്കലി എല്ലാവരും പറയാറുണ്ട്. പക്ഷേ അഗൈൻ ഇത്രയ്ക്കും ഫീമെയിൽ ഓറിയൻറ്റഡ് പടങ്ങൾ റിലീസാകുമ്പോൾ തന്നെ തിയേറ്ററിൽ പോയിട്ട് എത്ര പേര് പടം കാണാറുണ്ട്? ഈ ഹൗസ്ഫുൾ ഇപ്പം പെപ്പയുടെ പടം റിലീസാകുമ്പോഴത്തേക്കും അത് പ്രോബബ്ലി ഹൗസ്ഫുൾ ആവുമായിരിക്കും. പക്ഷെ അതേപോലെ മേ ബി ഇഫ് മൈ മൂവി കംസ് ഔട്ട് ഇറ്റ് മൈറ്റ് നോട്ട് ബി ഹൗസ്ഫുൾ. സോ ഓഡിയൻസ് ആ രീതിയിൽ തിയേറ്ററിൽ പോയിട്ട് സ്ത്രീകളുടെ ഇപ്പം ഈ ഇടയ്ക്ക് ഐ തിങ്ക് ഉള്ളൊഴുക്ക് ഇസ് അനദർ എക്സാമ്പിൾ വെയർ ഇറ്റ്സ് ബീങ് വെൽക്കംഡ്. സോ യുനോ ക്രിട്ടിക്കലി ആണെങ്കിലും അല്ലാതെ ആണെങ്കിലും ഇറ്റ്സ് എ സക്സസ്. സോ ആ രീതിയിൽ ഐ തിങ്ക് ഇഫ് ദി ഓഡിയൻസ് ഈസ് എ ലിറ്റിൽ മോർ എന്താണ് ഓപ്പൺ ടു ഐ തിങ്ക് എന്താണ് റിസീവിങ്. ഇപ്പം പെണ്ണുങ്ങൾ മാത്രം മെയിനായിട്ട് വരുന്ന സിനിമകൾ അവർ അതേപോലെ ഇവരുടെ പടം സ്വീകരിക്കുന്ന പോലെ ഞങ്ങളുടെ പടം സ്വീകരിക്കുവാണെങ്കിൽ ഐ എം ഷുവർ ആ രീതിയിലുള്ള കഥകൾ ഇനിയും വരുമായിരിക്കും. ബട്ട് ദെൻ അഗൈൻ ലൈക്ക് ഐ സെഡ് ഈ ഇടയ്ക്കായിട്ട് ഐ തിങ്ക് ദർ ഇസ് സം സോർട്ട് ഓഫ് ചേഞ്ച് കമ്മിങ്. ഇപ്പം തന്നെ നമ്മുടെ ചുറ്റുപാടുള്ള ചർച്ചകളൊക്കെ നോക്കുവാണെങ്കിലും ഐ തിങ്ക് ദർ ഇസ് എ ലോട്ട് ഓഫ് ചേഞ്ച് കമ്മിങ് ഇൻ ദി ഇൻഡസ്ട്രി. സോ നമുക്കിനി നോക്കാം, സമയം കിടക്കുമല്ലേ, ഇനിയും കഥകൾ കിടക്കാണ്, സിനിമാക്കാർ പുതിയത് വരുന്നുണ്ട്, എത്രക്ക് കാര്യങ്ങളുണ്ട് നടക്കാനായിട്ട്. സോ ഇപ്പോൾ ഇത്രയും നാളിത് നടന്നെന്ന് വെച്ച് മുന്നോട്ട് ഇനിയും അങ്ങനെ ആവണമെന്നില്ലല്ലോ അല്ലേ? എന്താണ് അഭിപ്രായം? അത് തന്നെയാണ് എൻ്റെ അഭിപ്രായം. നിങ്ങൾ എന്ത് പറയുന്നു അതാണ് എൻ്റെ അഭിപ്രായം. What is your take on this, Prathibha? Like we were talking about the representation of female characters in the Malayalam movies. Even coming to Tamil industries or any other South Indian or Indian industries, the female representation is very less. Comparatively, it is very less, especially in action movies. So, what is your take on that? Like, மாட்டி விட்றீங்களே. கம்பேரிட்டிவ்லி எல்லா இண்டஸ்ட்ரியிலையும் சேர்த்து பார்க்கும்போது மலையாளம் இண்டஸ்ட்ரி இஸ் ஆல்வேஸ் செட்டிங் அன் எக்ஸாம்பிள். Recently I watched a movie called Okay, I loved that movie. But அது தமிழ் ஆடியன்ஸ் எந்த அளவுக்கு அக்செப்ட் பண்ணிப்பாங்கன்னு எனக்கு தெரியல. பட் people should learn to accept that. Yes, ரொம்ப கான்ஷியஸாக சொல்கிறேன். I think the more, see, when you're welcomed, people are ready to make movies. Correct. So like she said, if there is some reception for a certain set of movies which is female oriented, so to speak, if you're welcome, people are ready to make. And if the movie is good, it is going to run. Like Ullurku did well here. പിന്നെ ലൈക്ക് യു സെഡ് അത് മാത്രമല്ല, ഐ തിങ്ക് കഥ നല്ലതാണെങ്കിൽ ഇറ്റ് ഡസ് നോട്ട് മാറ്റർ വെദർ ഇറ്റ് ഇസ് എ മെയിൽ ഓർ എ ഫീമെയിൽ. അറ്റ് ദി എൻഡ് ഓഫ് ദി ഡേ എനിക്ക് എപ്പോഴും വിശ്വാസം, ഐ തിങ്ക് ഇറ്റ്സ് ദ സ്റ്റോറി ഇസ് ദ ട്രൂ ഹീറോ ഓഫ് എ ഫിലിം. അതിൽ സ്ത്രീകളാണോ സെഗൻ നമ്മളിപ്പോൾ ഇതിനെ പറ്റി ചർച്ച ചെയ്യുകയാണെങ്കിൽ നമുക്ക് ഇഷ്ടംപോലെ ഉണ്ട് പറയാനായിട്ട്. സോയാ ഈച്ച വരെ ഹിറ്റ് അടിച്ചു പോകുന്നു. ഈച്ച വരെ ഹിറ്റ് അടിച്ചിട്ട് പോയി. അതിപ്പം കഥയിലാണ് പ്രാധാന്യം.
ഇപ്പം കൊണ്ടലിൻ്റെ സെലിബ്രേഷനിലാണ് നിങ്ങൾ നിൽക്കുന്നത്. ഇറ്റ് ഈസ് ഗിവിങ് എ സ്പെഷ്യൽ ഹാപ്പിനെസ്, റൈറ്റ്? സോ ഈ ഓണം വിത്ത് കൊണ്ടൽ നിങ്ങൾ എങ്ങനെയാണ് സെലിബ്രേറ്റ് ചെയ്യാൻ പ്ലാൻ ചെയ്യുന്നത്? ഇപ്പൊ സെലിബ്രേറ്റ് ചെയ്തോണ്ടിരിക്കുകയാണല്ലോ, ഇനി പ്ലാൻ ചെയ്യേണ്ട കാര്യമില്ലല്ലോ. ഇല്ല, എനിക്ക് സന്തോഷം എന്ന് വെച്ചാൽ ഓണത്തിന് എൻ്റെ ഒരു പടം ഇറങ്ങിയെന്നുള്ളൊരു സന്തോഷത്തിലാണ് ഞാനിരിക്കുന്നത്. ഇവർക്ക് രണ്ടുപേർക്കും പിന്നെ കഴിഞ്ഞ വർഷമായിട്ട് എക്സ്പീരിയൻസ് ഉള്ളതുകൊണ്ട് എനിക്കിത് സത്യം റെപ്യൂട്ടേഷൻ ആയിട്ട് തോന്നുന്നുണ്ടോ? അതായത് നമ്മുടെ ലൈഫിൽ നല്ല കാര്യങ്ങൾ എത്ര പ്രാവശ്യം റിപ്പീറ്റ് ചെയ്ത് നടന്നാലും സന്തോഷമല്ലേ. ദുഃഖം വന്നു കഴിയുമ്പോൾ നമുക്ക് വിഷമാവുമല്ലോ. അപ്പോൾ സന്തോഷം വന്നതിന് നമുക്ക് എന്തിനാ റിപ്പീറ്റേഷൻ? എത്ര പ്രാവശ്യം വേണമെങ്കിലും സംഭവിക്കട്ടെ, നല്ല കാര്യമല്ലേ. ക്ലാസ്സിൽ ഫസ്റ്റ് 10 പ്രാവശ്യം അടിച്ചാലും വിഷമമില്ലല്ലോ. അറിയില്ലല്ലോ ഇത് വിഷമം വരില്ല, നമുക്ക് സന്തോഷമല്ലേ വരുള്ളൂ. ആർപ്പോ എന്തെന്നാത്? ഞാൻ മറന്നുപോയി. അപ്പോൾ കൊണ്ടൽ വലിയ വിജയമായി, ഇനിയും ഒരുപാട് വിജയങ്ങൾ അതിനുണ്ടാവട്ടെ, ഒരുപാട് റെക്കഗ്നീഷൻസ് അതിനും കിട്ടട്ടെ, നിങ്ങൾക്കും ഒരുപാട് സിനിമകളും ഉണ്ടാവട്ടെ, നമ്മൾ വീണ്ടും ഇങ്ങനെ ഇരുന്ന് സംസാരിക്കാൻ ഇടയുണ്ടാവട്ടെ. താങ്ക് യു സോ മച്ച് ആൻഡ് ഹാപ്പി ഓണം. ഓക്കെ, ഹാപ്പി ഓണം.